കേരളത്തിലെ ഒരു കടൽ തീര ഗ്രാമത്തിൽ മീര എന്ന പെൺകുട്ടി താമസിച്ചു. അവൾക്ക് കടലോട് വലിയ സ്നേഹം. ഓരോ വൈകുന്നേരവും അവൾ കടൽ തീരത്ത് ഇരുന്ന് തിരമാലകൾ എണ്ണും. ഒരു ദിവസം അവൾ ശ്രദ്ധിച്ചു, അവളുടെ നിഴൽ കാണുന്നില്ല. സൂര്യൻ ഉണ്ടായിരുന്നു, വെളിച്ചവും ഉണ്ടായിരുന്നു, പക്ഷെ നിഴലില്ല. എൻ്റെ നിഴൽ എവിടെ പോയി? അവൾ ചിന്തിച്ചു. അവൾ മണലിൽ ഓടി, ചാടി, ചുറ്റിത്തിരിഞ്ഞു. ഒന്നുമില്ല. അപ്പോൾ ഒരു ചെറുതായ ശബ്ദം കേട്ടു. നീ എന്നെ തേടുന്നുണ്ടോ? മീര വിറച്ചു. ആരാണ്? ഞാനാണ്, നിന്റെ നിഴൽ. പക്ഷെ നീ എവിടെയാണ്? ഞാൻ നിന്നെ കാണുന്നില്ലല്ലോ. നീ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് ഭയം വേണ്ട എന്ന്. ഭയം പോകുമ്പോൾ ഞാൻ കുറച്ച് അകലെയായി. മീര ആലോചിച്ചു. അതെ, അവൾ പഴയ പല കാര്യങ്ങളിലും പേടിച്ചു പോകുമായിരുന്നു. ആളുകളുടെ അഭിപ്രായം, പരാജയം, ഇരുട്ട്, അങ്ങനെ കുറേ ഒട്ടനവധി കാര്യങ്ങൾ. നിഴലെ, അവൾ മൃദുവായി പറഞ്ഞു, നീ എന്നെ വിട്ടുപോകരുത്. ഭയം ഉണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് പോകാം. അപ്പോഴേക്കും മണലിൽ അവളുടെ നിഴൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് പഴയതിനേക്കാൾ ചെറുതായിരുന്നു. ശബ്ദം വീണ്ടും പറഞ്ഞു, ഭയമില്ലാത്ത ആകുന്നത് ശരിയല്ല, ഭയത്തോടൊപ്പം നടക്കുന്നത് തന്നെയാണ് ധൈര്യം. ആ ദിവസം മീര മനസ്സിലാക്കി, നിഴൽ എപ്പോഴും ശത്രുവല്ല. ചിലപ്പോൾ അത് നമ്മെ പിന്തുടരുന്ന ധൈര്യത്തിൻ്റെ രൂപമാണ്.